നിങ്ങൾ അച്ഛൻ പടത്തിന് പോയല്ലേ? നിങ്ങൾ അച്ഛൻ പടത്തിന് പോയാണോ? അതൊന്നുമല്ല. ആ അച്ഛൻ പടത്തിന് പോലെ ലാസ്റ്റ് പറഞ്ഞ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ അച്ഛൻ പടത്തിന് പോകണ്ട, നിങ്ങൾ കൊച്ചിൻ്റെ അച്ഛനായാൽ മതി, പിള്ളേരുടെ അച്ഛനായാൽ മതി. അപ്പം എനിക്കറിയില്ല, അതിൻ്റെ കാര്യം എനിക്കറിയില്ല. പിന്നെ സ്നേഹിച്ചുമല്ലേ? ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. എനിക്കിന്നും അത്ര അത് നിങ്ങളെ മക്കളുമാർ അല്ല. എൻ്റെ ചാച്ചന് ഞങ്ങളുടെ അമ്മയല്ല കേട്ടിട്ടുണ്ട്. അവര് പറയാം ഞങ്ങൾ അവിടെ വിട്ടുവിട്ട് ഞങ്ങൾ താമസിക്കുക രാത്രി 2 മണിക്ക് ഈ ഇതൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഫോൺ വിളിച്ച് വരാൻ കാര്യം ഞാൻ അപ്പൻ്റെ കാര്യങ്ങളും ഞങ്ങൾ പോകുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ മൂത്തവൻ്റെ അടുത്താണ് പറഞ്ഞത്, അല്ല ഇളവൻ്റെ തന്നെ മൂത്തവൻ്റെ. അപ്പം ഞാൻ പറയാം ചുമ്മാടാ, ഞാൻ അപ്പം അങ്ങനൊന്നുമില്ല. ഞാൻ പറയുന്നത് നീ അതാ തീരുമാനിക്കുന്നത്, നിൻ്റെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്നേഹിച്ചില്ല ചേച്ചാ, ഇഷ്ടം പോലെ നിങ്ങൾ സ്നേഹിച്ച് നിങ്ങൾ കിട്ടി. പക്ഷെ അതിനകത്ത് എന്ത് പറ്റി നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്? അത് ഒരു അത് വെള്ളമാണ്. ഇങ്ങോട്ട് കാര്യം പറഞ്ഞ വീഡിയോ എടുക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ എനിക്ക് അന്ന് കൊല്ലത്താണ് ഞങ്ങൾക്ക് ഇത് എംപ്ലോയ്മെൻറ്റിൻ്റെ എന്താ തങ്ങളുടെ കാര്യം ഇയാളെ സ്നേഹിച്ച തൊഴിലില്ലായ്മ വേതനം കിട്ടുന്നത് എവിടെ കൊല്ലത്ത് ഇപ്പോൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഇട സൈഡിലാണ് ഈ എംപ്ലോയ്മെൻ്റ് ഓഫീസ്. ഓക്കെ അറിയാം. അവിടെ പോകാൻ അന്ന് ഞങ്ങൾക്കൊരു കോഡുണ്ട്. അത് പറയണം. ഇല്ല ആ കോഡ് നിങ്ങൾ ഇത്ര പൈസ ഇനി പറയാൻ ഞങ്ങൾക്കൊരു കോഡുണ്ട്. ആ കോഡിൽ ഞങ്ങൾ അന്നും ഇതില്ല, എഴുത്തില്ല, ഫോണില്ല, ലിപിയില്ല, ഫോണില്ല, അത് ഫോണില്ല, എഴുത്ത് മാത്രമേ ഉള്ളൂ. അന്ന് എനിക്ക് ഇത്ര പൈസ നമുക്ക് ഇന്ന ദിവസം പോയി പൈസ എടുക്കണം എന്ന് പറഞ്ഞു. കൊല്ലത്ത് പോകുന്നു. കൊല്ലത്ത് എംപ്ലോയ്മെന്റ് പോയെങ്കിൽ എനിക്ക് പൈസ. അപ്പം അച്ഛൻ ആ സമയത്തൊന്നും ഈ കാസർഗോഡൊന്നും പോയിട്ടില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നില്ല. അല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പോയത്. അതായത് ഇപ്പം കെട്ടി കഴിഞ്ഞിട്ടാണ് അതിന് മുമ്പ് പോയിട്ടില്ല. അല്ല, അന്ന് പ്രതിഭ പെരുവിടത്തിലെ ഉത്സവമാണ്. പൈസ എടുക്കാൻ പോകുന്നത് പെരുവിടത്തിലെ ഉത്സവത്തിൽ നിന്നാണ്. അന്ന് ഞാൻ താഴത്തുമണിൻ്റെ ബസ് നിങ്ങൾ ഇത്രയും സ്നേഹിച്ചത് നിങ്ങളുടെ പേരിൽ എന്തൊരു ഈ തങ്ങൾക്ക് ഒരു കൊച്ചുങ്ങളോ എന്തെങ്കിലും അതാണ് ചോദിക്കുന്നത് ആദ്യം. നിങ്ങൾ തുറന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞത് മൂത്തവൻ്റെ കൂട്ടൊരു കൊച്ചിനെ ഞാൻ ഉണ്ടാക്കുന്നത് അത് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താ പറയുന്നത്, അവരുടെ അമ്മ മരിച്ചോണ്ടേ ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നെ അവിടെ കേട്ടില്ല. ഞാൻ അന്തസ്സായിട്ട് പോയി. ഈ അടുത്ത സമയത്ത് കേട്ടോ അന്ന് ഇത് പറയുന്നത് കേട്ടു. അന്ന് ഞങ്ങൾ എംപ്ലോയ്മെൻറ്റ് പൈസ എടുക്കാൻ പോയി. ഞാനും താഴത്ത് മണ്ണില്ലേ ഇവിടെ നെല്ലിമോളി വടക്കേസ് താഴത്ത് മണ്ണിൽ പോയാൽ ദീപാ ബസ്സിലാണ് ഒരു എന്ന് പറഞ്ഞേ. ഞാൻ താഴത്ത് മണ്ണിൽ നിന്നേ അവൾ അവിടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും നിന്ന് അവിടെ പോയി കൊല്ലത്ത് പോയി. കൊല്ലത്ത് പോയി പൈസ ഒക്കെ എടുത്തു. ഈ ലോകത്ത് ഈ കുറവന്മാർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം അല്ല, ഞാൻ പഠിച്ച കോളേജും ഞാൻ പഠിച്ച ക്ലാസ്സും രണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. അവരുണ്ടായിരുന്ന കൂടെ പഠിക്കാൻ? അല്ല, ഞാൻ കൊണ്ട് കാണിച്ചു. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അവർക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു. നിലയ്ക്ക് ഒരു തയ്യൽ സ്കൂൾ ഉണ്ടായിരുന്നു. കടമനയുടെ നിലയ്ക്കല് അവിടെ സ്കൂളുണ്ട്. ഞങ്ങളുടെ സൂര്യ പഠിച്ചു. ഈ തയ്യൽ സ്കൂളിലായിരുന്നു അവള് പഠിച്ചോണ്ടിരുന്നത്. ഞങ്ങള് പെരുവീട്ടിലെ ഉത്സവത്തിൻ്റെ അന്ന് കയറണം. ഞങ്ങൾ പൈസയും മേടിച്ചോണ്ട് ഞങ്ങൾ ശാസ്താംകോട്ട വന്നു. ട്രെയിൻ കയറി ശാസ്താംകോട്ട വന്നു. ശാസ്താംകോട്ട ഇറങ്ങിയിട്ട് ഞങ്ങൾ നിങ്ങൾ ഇത്രയും ചങ്കായിട്ട് സ്നേഹിച്ച് ഞാനിപ്പോൾ സ്നേഹിച്ച പെണ്ണെ ഞാൻ കിട്ടി. പക്ഷെ അത്രയും സ്നേഹിച്ചിട്ട് നിങ്ങൾ എന്താ എന്തുകൊണ്ട് കിട്ടി? അങ്ങനെ കിട്ടുന്നത്
നിങ്ങൾ അത്രയും സ്നേഹിച്ച് നിങ്ങൾ പറഞ്ഞില്ല. സാഹചര്യങ്ങള് പല പല കാര്യങ്ങൾ സാഹചര്യങ്ങളാണെന്നില്ല. നിങ്ങൾ ഇങ്ങനെ അടിച്ചിട്ട് പ്രണയത്തിൽ പ്രണയത്തിൽ പ്രേമത്തിനും പ്രണയത്തിനും എന്ന് വെച്ചാൽ ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് സമാനപ്പെടും. നിങ്ങള് ഇന്ന് അവരടിച്ചില്ല. ഇന്നത്തെ ലോകത്തെന്ന് വെച്ചാല് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ രക്ഷിതാര് അമ്പിളിയുടെ അച്ഛനും അതും പിന്നീട് ഞാന് ഇവൻ എന്നെ അടിക്കുന്നു. എന്നിട്ടാണ് അവരച്ഛനെ ആ മോനെങ്കിലും ആ ഒരു ബഹുമാനം അവൻ വരുന്ന സമയത്ത് ഇവർക്കെല്ലാം അറിയാമല്ലോ. ഇവരെ ചങ്കായിരുന്നു, സ്നേഹിച്ച കാര്യങ്ങളൊന്നും. പക്ഷെ അവർക്കെല്ലാം അറിയാം. എന്നിട്ട് പിന്നെ അച്ഛൻ എന്താ വെച്ചാൽ കൊണ്ടുവരുന്നത്. ഞാനൊരു പെണ്ണെ സ്നേഹിച്ചെങ്കിൽ ഞാൻ കൊണ്ടുവരും. എന്നെ ഒരു കാര്യമുണ്ട്, എന്നെ പിടിച്ചു കെട്ടിക്കുക ഈ ബന്ധം. അല്ല ഇവർ അപ്പൻ അത് കുഴപ്പമില്ല. അതുകൊണ്ട് രണ്ട് അല്ല അന്നത്തെ കഥ കേക്ക്. പെരുവീട്ടിലെ ഉത്സവം ഞങ്ങള് ഇങ്ങനെ ഉറപ്പില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പെണ്ണ് ഒരു പൊടി വാങ്ങിച്ചോണ്ട് വരാം. അവിടെ വെച്ചിട്ട് തേങ്ങ അവിടെ ഉണങ്ങിയപ്പോഴ് എടുത്തോണ്ട് പോകും, അടുത്തേക്കൊണ്ട് പോകും. എടേ പിന്നെ ആടെ ഞാനിനി എപ്പോഴും വരുന്നില്ല വിളയിലോട്ട്. ആടെ ആ വാഴ എന്തൊരു കൊലയോ അല്ലെന്നുണ്ടെങ്കിൽ ആ റബ്ബറിന്റെ ചവിട്ടിച്ച് മണ്ണിടുക, വളമൊക്കെ ചെയ്യുക. അതല്ലടേ, അതല്ല ഈ പറയുന്നേക്ക്. ആ വളം ചെയ്യുക കേട്ടോടെ. ഞാൻ എപ്പോഴും വരത്തില്ല, ഞാൻ എപ്പോഴും വരുത്തൊന്നുമില്ല. അതുകൊണ്ട് ഇയാളെ നോക്കുവാ ഇത് കേട്ടോ. ബാക്കി